ഇപ്പോൾ സംഭവിക്കുന്ന വാർത്തകളുമായി ബ്രേക്കിംഗ് ന്യൂസ് തുടരുന്നു. കൊല്ലത്തേക്കാണിനി. കൊല്ലം കോർപ്പറേഷന്റെ മേയറായി കോൺഗ്രസിലെ AK ഹഫീസ് UDF സ്ഥാനാർത്ഥി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. കൊല്ലം കോർപ്പറേഷൻ രൂപീകൃതമായതിനു ശേഷം ആദ്യമായാണ് UDF സ്ഥാനാർത്ഥി UDFന് അവിടെ ഭരണം ലഭിക്കുന്നത്. കോൺഗ്രസിന്റെ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാവായ AK ഹഫീസിനെ മുൻനിർത്തിയായിരുന്നു UDF പോരാട്ടം. AK ഹഫീസിനെ കൊല്ലം മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ഇതോടൊപ്പം തന്നെ കൊല്ലത്തെ വിവിധ മുനിസിപ്പാലിറ്റികളിലെ പുതിയ അധ്യക്ഷർ ആരെന്നത് സംബന്ധിച്ചുമുള്ള വിവരങ്ങൾ കൊല്ലത്തു നിന്ന് അരുൺരാജ് നൽകും. അരുൺരാജ്, പറയൂ. ദിലീപ്കുമാർ, കൊല്ലം നഗരസഭയുടെ മേയറായി ഇപ്പോൾ AK ഹഫീസിനെ ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. രണ്ടാം റൗണ്ടിൽ AK ഹഫീസിന് 27 വോട്ടും PJ രാജേന്ദ്രന് 16 വോട്ടുമാണ് ലഭിച്ചത്. SDPയും BJPയും രണ്ടാം റൗണ്ടിൽ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് ചെയ്തത്. രണ്ടാം റൗണ്ടിൽ 27 വോട്ടാണ് നിലവിൽ UDF സ്ഥാനാർത്ഥിയായ AK ഹഫീസിന് ലഭിച്ചത്. UDFന്റെ ആദ്യ മേയർ കൂടിയാണ് കൊല്ലം കോർപ്പറേഷനിലെ ആദ്യ മേയർ കൂടിയാണ് ഈ AK ഹഫീസ് എന്നുള്ളതാണ്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് സത്യപ്രതിജ്ഞയ്ക്കായി AK ഹഫീസ് കളക്ടർ ക്ഷണിച്ചിരിക്കുകയാണ്. കൊല്ലത്തിന്റെ മേയറായി ഇപ്പോൾ AK ഹഫീസ് ചുമതലയേൽക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. കൊല്ലം കോർപ്പറേഷന്റെ ആദ്യ UDF മേയറായി ഇപ്പോൾ AK ഹഫീസ് എത്തുന്നു. സത്യപ്രതിജ്ഞയിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ കൊല്ലം കോർപ്പറേഷന്റെ പുതിയ മേയറായി AK ഹഫീസ് സത്യപ്രതിജ്ഞ ചെയ്യാനൊരുങ്ങുകയാണ്. AK ഹഫീസ് UDF സ്ഥാനാർത്ഥി, അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. LDFനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി നേരിട്ട തെരഞ്ഞെടുപ്പായിരുന്നു ഇത്തവണ കൊല്ലം നഗരസഭയിൽ ഉണ്ടായിരുന്നത്. അവർ മേയർ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരുന്ന ഇപ്പോൾ AK ഹഫീസിന്റെ മുനിസിപ്പൽ കോർപ്പറേഷനിലെ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ട AK ഹഫീസ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. കൊല്ലം കോർപ്പറേഷന്റെ പുതിയ മേയറായി AK ഹഫീസ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തു. അദ്ദേഹം അധികാരമേൽക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊല്ലം കോർപ്പറേഷൻ രൂപീകൃതമായിട്ട് ആദ്യമായാണ് UDF അവിടെ ഭരണത്തിലെത്തുന്നത്. LDFന്റെ തേരോട്ടമായിരുന്നു ഇക്കാലമത്രയും കൊല്ലം നഗരസഭയിൽ. പക്ഷേ ഇത്തവണ കനത്ത തിരിച്ചടിയാണ് LDFന് കൊല്ലം നഗരസഭയിൽ നേരിട്ടത്. അവർ മേയർ സ്ഥാനത്തേക്ക് കണ്ടുവച്ചിരുന്ന അനിരുദ്ധൻ ശക്തികുളങ്ങരയിൽ പരാജയപ്പെടുന്നു. അഡ്വക്കേറ്റ് V രാജേന്ദ്രബാബു ഉളിയക്കോവിൽ ഡിവിഷനിൽ പരാജയപ്പെട്ടു. അങ്ങനെ പ്രധാന നേതാക്കളൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ തോൽവിയെറിഞ്ഞു. LDFനെ സംബന്ധിച്ച് UDF അവിടെ അധികാരത്തിലെത്തിയിരിക്കുകയാണ്. AK ഹഫീസ് കൊല്ലം മേയറായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.